പെണ്ണിന് വരെ വണ്ടിയെ പ്രണയിച്ചോണോ ഞാൻ. എന്റെ ബോബോയുടെയും വണ്ടി ലോഞ്ച് ചെയ്യുന്നു. നമ്മളെ വണ്ടി ലോഞ്ച് നമ്മുടെ അലിനൊന്നെ എല്ലാരും ഞെട്ടും. ക്രൗഡായി എടാ പിന്നെ ഹലോ എടാ ഇന്ന് എന്റെ ബോബോയുടെ വണ്ടിയുടെ റിവ്യൂലുണ്ട്. സിറ്റി മൊത്തം വിളിക്കുന്നുണ്ട്. അമ്പത്തൂരെടാ ഒന്ന് ഡീൽ ചെയ്തേക്കണത്. സന്തോഷം നടക്കുമ്പോഴേ മറ്റൊരു സൈഡില് സങ്കടമാണല്ലോടാ. എന്താടാ നിന്റെ ചുറ്റുപാടി പറയാ നീ ബെസ്റ്റ് ഫ്രണ്ട് ആണ്, പക്ഷെ എനിക്ക് വേറൊരു പയ്യനുണ്ടെന്ന് പ്രേമിക്കാൻ. അത് കണ്ണാപ്പി ഞങ്ങൾ എല്ലാവരുടെയും പിന്നേച്ച് പറഞ്ഞു. നീ ചോദിച്ചില്ലേ ഇവിടെ വെച്ച് പറഞ്ഞു കണ്ണാപ്പി നിന്നെ ഞങ്ങളെ മുറ്റിച്ച് നിന്നെ ചതിക്കായിരുന്നു. ഞങ്ങള് വിഷം കയറ്റിയല്ല ഇവിടെ കണ്ണാപ്പിന് ഇവിടെ വന്നാണെ ചോദിച്ചോളൂ. മൂത്തോ ഞങ്ങളെ മുന്നേ വെച്ച് ചോദിക്കുന്നേ കേട്ടപ്പോ എനിക്കൊക്കെ ഒരുമാതിരിയാ. നീ ബെസ്റ്റ് ഫ്രണ്ട് ആണെന്ന് നീ ഇത്ര ആദ്യമായിട്ട് ഒരു പെണ്ണെ ഇങ്ങനെ സ്നേഹിക്കുന്ന ഞാൻ കാണുന്നത്. അവള് നിന്നെ ചതിക്കുന്നു പറഞ്ഞപ്പോ എനിക്ക് എനിക്കെന്താണ് ലോറ പോയാ എനിക്കെന്താ ഒരു പ്രശ്നമില്ല. എന്റെ ബെസ്റ്റ് ഫ്രണ്ട് ആണ് ലോറ. നീ മൂത്തോക്കി ചോദിക്കും നമ്മുടെ മുന്നേ ചോദിക്കണ്ടേ. ഇവിടെ ഫ്രണ്ടിലുണ്ട് അതിന്റെ കൂടെ ചുട്ടുപോയപ്പാ. എടാ അതിനിപ്പോ എന്താ ഷുട്ട്? എടാ അതിനിപ്പോ എന്താടാ? അവള് പ്രേമിക്കട്ടെ. ഞാനിപ്പോ വേറൊരു കൊച്ചിനെ പ്രേമിച്ചു കഴിഞ്ഞാൽ എനിക്ക് അവൾക്ക് പ്രശ്നമൊന്നുമില്ല. എന്താടാ സൂപ്പർ ചാറ്റ് വരാൻ വന്ന എനിക്കൊന്നും കാണിക്കുന്നില്ല. ആ ചാറ്റ് ബഗ്ഗ ചേട്ടാ. ആയ കണ്ണ സ്വല്പം ലൈറ്റ് ആയിട്ട് സിദ്ധാർത്ഥ ₹100 ഫസ്റ്റ് ഇത് സിദ്ധാർത്ഥനോട് ഐശ്വര്യം ഫസ്റ്റ് ആദ്യേ വെളി നിറപ്പാടായത്. നിനക്ക് റിലേഷൻഷിപ്പ് ഉണ്ടാടാ? ഉണ്ടാടാ ഉണ്ടാ ആ എനിക്ക് പ്രേമിക്കാൻ വേറൊരാളുണ്ട്. നിങ്ങൾ എവിടെ ഉണ്ടാ? നിങ്ങൾ എവിടെ ഉണ്ട്? മുതുകിലോ? എനിക്കൊരു പ്രശ്നമില്ലടാ. നീ പറയടി എന്റെ ചെറുക്കനെ നീ അങ്ങ് പറടാൻ പറ്റൂരെ പറ. എടാ ഇവക്ക് ഏതോ പോയി പയ്യനുണ്ടെന്നോ വരുമെന്നൊക്കെയാണ് പറയുന്നത്. ഞാൻ ഇങ്ങനെ ചോദിച്ചപ്പോ പറയുന്നത് നിനക്ക് വേറെ ഗേൾഫ്രണ്ട് ഉണ്ടെന്നോ അതുകൊണ്ട് എന്നൊക്കെ ഇവള് പറയുന്നത്. നിനക്ക് വേറെ പയ്യനില്ലേ? അവന്റെ അടുത്ത് ഉണ്ടാക്കിയാ മതി. എന്റെ പൊന്ന് കണ്ണാ ഒന്ന് ഞാൻ പറഞ്ഞോട്ടെ. എന്താ പറയട്ടെ ഞങ്ങൾ ഇത്രക്കൊക്കെ പൊട്ടന്മാരാ. കണ്ണാപ്പി എങ്ങനെ ഇതാക്കാൻ സമ്മതിക്കില്ല. നിന്റെ ഫ്രണ്ട് ആണെങ്കിൽ ഞങ്ങളുടെ അനിയനടിക്കുമായിരുന്നു. മനസ്സിലായി? അനിയല്ല നിന്റെ ചേട്ടനാ. എന്താ തുള്ളിപ്പോവാൻ? ഞങ്ങളുടെ അല്ല അപ്പൊ നീ അവരുടെ അടുത്ത് പറഞ്ഞോ കണ്ണാപ്പി എന്റെ വേറെ ഫ്രണ്ട് എനിക്ക് പ്രേമിക്കാൻ വേറെ പയ്യനുണ്ടെന്ന്. അങ്ങനെയല്ലേ ഞാൻ പറഞ്ഞേ. നമ്മളിപ്പോ ബെസ്റ്റ് ഫ്രണ്ട് അല്ലേ? എനിക്കിപ്പോ കാമുകനില്ലല്ലോ. അപ്പൊ കാമുകനെ നമ്മൾ നീ വേറൊരു പെണ്ണിനെ പ്രപ്പോസ് ചെയ്യും, ഞാനൊരു വേറെ ചെറുക്കനെ പ്രപ്പോസ് ചെയ്യുന്നുണ്ട്. എടാ അമ്പത്തൂരെ അവളെ എന്താന്ന് വെച്ചാൽ ആരെന്ന് വെച്ചാൽ പ്രേമിക്കട്ടെ. എനിക്ക് ഇന്നത്തെ ദിവസം എന്റെ പ്രധാനം ഞാൻ പറഞ്ഞേ പെണ്ണിന് വരെ വണ്ടിയെ പ്രണയിച്ചോണോ ഞാൻ പോയി എല്ലാരും ഇൻവൈറ്റ് ചെയ്യട്ടെ. ഇതിലും നല്ല പെമ്പിള്ളേരും കിട്ടുമടി. ഹലോ കുട്ടി ഹലോ. ഹലോ 8:30 ഇതൊക്കെ ഏത് യൂണിവേഴ്സിറ്റി? അമ്പത്തൂരോട് പറഞ്ഞ ശിവരാത്രി പേരാണ് വല്ല പ്ലോട്ടിന്റെ ഹലോ കുട്ടി പേരെന്താ? കിച്ചു. കിച്ചു എന്റെ വണ്ടിയുടെ ഉദ്ഘാടനമാണ് ഒരു 8:30 ആകുമ്പോ പറഞ്ഞേ. 8:30 9 മണിയാകുമ്പോ ഇൻവിറ്റേഷൻ പോയിട്ടുണ്ടോ? ലൊക്കേഷനിൽ പോരും. ലൊക്കേഷൻ ദൈവം ഇട്ടോളൂ. മരണേ വണ്ടി മീൻസ് ആറ് വണ്ടിയാ? എന്റെ ബോബോയുടെ വണ്ടി ലോഞ്ച് എന്റെ
ഓക്കെ ഓക്കെ വരണേ വരണേ. ആ ലോറ ഡ്യൂട്ടി ഉണ്ടോ? ആ ലോറ ഇങ്ങ ലോറ ഇങ്ങ ലോറ ഹലോ ലോറ ഹലോ. എന്താ തനിക്ക് വേറെ പെണ്ണില്ലേ? വാ വാ ഇങ്ങോട്ടോ ഇങ്ങോട്ടോ. എനിക്ക് വേറെ ആരുമില്ല വാ. പിന്നെ ആ എന്റെ മൊബൈലുടെയും വണ്ടി ലോഞ്ച് ചെയ്യുന്നു. നമ്മളെ വണ്ടി ലോഞ്ച് ചെയ്യുന്നത് നമ്മുടെ എന്റെ വണ്ടി ലോഞ്ച് എന്റെ വണ്ടി ലോഞ്ച് എന്റെ നമ്മടെ വണ്ടിയിൽ ഇങ്ങനൊന്നും അല്ലല്ലേ ഇവിടെ പറഞ്ഞേ. ഞാൻ വിശ്വസിക്കരുത്. നെവർ ട്രസ്റ്റ് എ ഗേൾ. കണ്ണ ഞാൻ നിനക്ക് അറിയാലോ. ഇനി ആ എനിക്കറിയാം 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 എനിക്കറിയാം. അപ്പൊ നമ്മള് കള്ളന്മാരാണ്. അമ്പത്തൂരെ നീയും മോബി തുപ്പുന്നതിൽ കുഴപ്പമില്ല. ഇത് മോബി അല്ലടാ. അല്ല അല്ല ഇത് ചൂട് ആ ചൂട് നീ ബില്ല് പോരും. അല്ല അമ്പത്തൂര് തുപ്പുന്നതിന് കുഴപ്പമില്ല. പക്ഷെ വില്ലമോനും ചൂട് തുപ്പിക്കഴിഞ്ഞാൽ ഞാൻ തീട്ടമാരി മനസ്സിലായോ? നീയൊക്കെ നിന്റെ പെണ്ണിനോടെ എടാ എടാ അപ്പുവെട്ടാന്ന് വിളിച്ച് നീ ആ പെണ്ണിന്റെ പുറകെ നടന്നവല്ലേടാ നീ. ഞാൻ പറയട്ടെ. ഇവര് വന്നെ ഷുട്ടു ഷുട്ടു എന്ന് പറഞ്ഞ് കളിയാക്കി. അപ്പൊ ഞാൻ പറഞ്ഞ എനിക്ക് വേറെ ബോയ് ഫ്രണ്ട് വരൂന്ന് പറഞ്ഞ്. അപ്പൊ അത് ഞങ്ങൾക്ക് ബെസ്റ്റ് ഫ്രണ്ട് അല്ലേ? നമ്മൾ ഗേൾ ഫ്രണ്ട് അല്ലല്ലോ. വേറെ പോയി അല്ല നമ്മള് പ്രേമിക്കുമ്പോ നമുക്ക് രണ്ടുപേർക്കും പെണ്ണിന് വരെ വണ്ടിയെ പ്രണയിച്ചാൽ എന്റെ മനസ്സിൽ നിന്ന് വണ്ടി മാത്രമേ ഉള്ളൂ. അപ്പം ലോറ പറ്റുവാണെങ്കിൽ ലോറ പറ്റണല്ലോ ലോറ. പിന്നെ മറ്റേ ആ ബംഗാളി അവനെ എങ്ങാനും കൊണ്ടുവന്ന് ഞാൻ അടിച്ച് ഞാനങ്ങ് തിരിക്കും നിന്നെ. ആ ലോറ 9 മണിയാകുമ്പോ ലൊക്കേഷൻ വരും. നേരെ അങ്ങ് വന്നേക്കണം. ഓക്കെ നമ്മുടെ ഡ്രസ്സൊക്കെ മാറി വരണോ? പിന്നെ വരണ്ടേ വണ്ടി ലോഞ്ചല്ലേ? നീ ഏത് കളർ ഡ്രസ് ഇടുന്നേ? ഞാൻ ഇത് തന്നെ ഇടുന്നേ. ആ അപ്പൊ ഞാൻ പച്ച ഡ്രസ് ഇട്ടിട്ട് വരാം. ആ ആ ആ പഠിക്കുന്നത് കിച്ചു വന്നേക്കണേ. എനിക്ക് ഡ്യൂട്ടി ഉണ്ടോ? 9 മണിക്ക്. ആ എന്നാലും പറ്റുവാണെങ്കിൽ എത്തിയേക്കണം കേട്ടാ. ആ ഓക്കെ മാക്സിമം. ഞാനിവിടെ എല്ലാ ഗ്യാങ്ങുകാരെ ഒന്ന് ഇൻവൈറ്റ് ചെയ്യട്ടെ. ഹലോ ബ്രോ ഗ്യാങ് ആണോ? ഹലോ ഹലോ അല്ല ബ്രോ ഗ്യാങ് ഒന്നുമില്ല ബ്രോ 9 മണിക്ക് എന്റെ വണ്ടിയുടെ ലോഞ്ച് ഉണ്ട്. അങ്ങ് എത്തിയേക്കണേ. സാറൊക്കെ വേണം നമുക്ക് വണ്ടി ലോഞ്ച് ഇൻവൈറ്റ് ചെയ്തിട്ട് വാ. ഏത് വണ്ടിയാ ബ്രോ അതൊക്കെ സർപ്രൈസ് അയ്യോ അപ്പൊ ബ്രോ എടാ ചോട്ടു 9 മണിക്ക് എന്റെ വണ്ടി ലോഞ്ച് ഉണ്ട്. അങ്ങ് എത്തിയേക്കണം കേട്ടാ. ഷേക്കിനെ വിളിക്കാലോ? അതൊക്കെ ലൊക്കേഷൻ വരും. ഷേക്കിനെ വിളിച്ചോ ഷേക്ക് ഉണ്ടോ അവിടെ സിറ്റിയില്? ഷേക്ക് സിറ്റിയിലുണ്ട്. വേറൊരു ചെറിയ പരിപാടി. അലിന വന്നേ ബ്രോ 9 മണി ബ്രോ ഗ്യാങ് ആണോ? ഏത് ഗ്യാങ്ങാ? ആ ബ്രോ ഏജിയിലെ എല്ലാരും ഞാൻ വിളിക്കാണേ ബ്രോ. എന്റെ വണ്ടിയുടെ ലോഞ്ച് ആണ്. വണ്ടിയുടെ ലോഞ്ച്. ആ ഓക്കെ ഓക്കെ. ആ അലീന പിന്നെ എന്റെ വണ്ടിയുടെ ലോഞ്ച് ആണ്. അപ്പം അങ്ങ് എത്തിയേക്കണേ. അന്നത്തെ പോലെ മറ്റേ ബസ്സും പിടിച്ച് അവിടെ വരുമ്പോഴത്തേക്ക് പിന്നെ ബസ് മുതുക്കിന്ന് ബസ് പുറപ്പെടും. ലൊക്കേഷൻ ഒക്കെ ഇപ്പൊ അപ്ഡേറ്റ് ചെയ്യും ദൈവം. അന്നത്തെ സെയിം വണ്ടിയാ? അല്ല വ്യത്യാസം വേറെ നമ്മളറിയാത്ത വണ്ടിയൊക്കെ എല്ലാരും ഞെട്ടും. വേറെ വണ്ടി പുള്ളി കഷ്ടം സിറ്റിയിൽ ഇല്ലാത്ത സാധനങ്ങളുണ്ട്. എനിക്ക് മനസ്സിലായി. അപ്പം 9 മണി അലീന അങ്ങ് എത്തിയേക്കണേ. ആ ഓക്കെ ഓക്കെ ബ്രോ 9 മണിക്ക് അങ്ങ് എത്തിയേക്കണേ. ഹലോ ഓ ഇതാരാ? ഇക്രു ആണോ? ആ ട്രിഗർ എടാ നിങ്ങളുടെ ഗ്യാങ്ങിനെ ഫുൾ ഇൻവൈറ്റ് ചെയ്യണേ. എടാ എന്റെ വണ്ടി ലോഞ്ച് ആണ് 9 മണിക്ക്. എന്റെ ബോബോടെ വണ്ടി ലോഞ്ച്. അപ്പൊ അങ്ങ് എത്തിയേക്കണേ. ഓക്കെ ആ പറഞ്ഞോ ബ്രോ പറഞ്ഞോ. ആ ആ എല്ലാം സെറ്റിലേ?
നമ്പർ ആ നമ്പർ 30 എന്റെ നമ്പർ ഇട്ടിട്ടുണ്ട്. ആ വെച്ച് എല്ലാം സെറ്റായിട്ട് വിളിക്കേ. ആ ഞാൻ എല്ലാം സെറ്റായിട്ട് വിളിക്കാം. ഒരു 9 അടുപ്പിച്ച് അനൗൺസ്മെന്റ് ഒക്കെ 2-3 ഇട്ടിടണേ. ഓക്കെ സെറ്റ്. ഓക്കെ സെറ്റ്. ഹലോ ബ്രോ. ഹലോ ഗ്യാങ് ആണോ ബ്രോ? ഗ്യാങ് ആണോ? ഏത് ഗ്യാങ്ങാ? ആ ബ്രോ BC സെഡിലെ എല്ലാരും ഞാൻ ഇൻവൈറ്റ് ചെയ്യണേ ബ്രോ. 9 മണിക്ക് ലോഞ്ച് ആണ് കേട്ടാ. ആ ചന്ദ്രു ഞാൻ സിറ്റിയിലെ എല്ലാരും വിളിച്ചോണ്ടിരിക്കുക ചന്ദ്രു. ഈ എല്ലാ ഗ്യാങ്ങിനും വിളിച്ചോണ്ടിരിക്കുക ബ്രോ. 9 മണിക്കാ ബ്രോ എന്റെ വണ്ടിയുടെ ലോഞ്ച്. എന്റെ ബോബോയുടെ 9:15 മെഗാ ലോഞ്ച്. അപ്പം വന്നേക്കണേ. ഓക്കെ ഹലോ പാവക്കുട്ടികളെ ഹലോ പാവ ഹലോ. ആ 9 മണിക്ക് എന്റെ വണ്ടി ലോഞ്ച് എന്റെ ബോബോയുടെ. ആ കം ദേർ വെഹിക്കിൾ റിവീലിംഗ്. ഓക്കെ ലൊക്കേഷൻ അഡ്മിൻ വിൽ അപ്ഡേറ്റ്. ഓക്കെ റൊസാരിയോ 9 മണിക്ക് എന്റെ വണ്ടിയുടെ ലോഞ്ചാണേ. ലൊക്കേഷൻ അഡ്മിൻ അപ്ഡേറ്റ് ചെയ്യും. ഓക്കെ സെറ്റ്. ഒറ്റ മിനിറ്റ്. ആ ചന്ദ്ര പറഞ്ഞു ഞാൻ എല്ലാ ഗ്യാങ്ങാരും വിളിക്കുക. അല്ല സസ്പെൻസിന് മുമ്പിൽ പോയ ഗ്യാങ്ങുകളൊന്നും വിളിക്കുന്നില്ല, അല്ലാതെ എല്ലാ ഗ്യാങ്ങിനും വിളിക്കുന്നുണ്ട് ചന്ദ്ര. ബാക്കി അത് പിന്നെ അവനെ വിളിക്കുന്നുണ്ട്. സാർക്ക് നമുക്ക് വണ്ടി എടുത്ത് പോണം. വണ്ടിയുടെ ഞാൻ എളിയാ എല്ലാ കാര്യങ്ങളും വിളിക്കാം. ഫസ്റ്റ് കേറിയ തന്നെ നമുക്ക് പോയിട്ട് വിളിക്കാം. ലോഞ്ചിന് വിളിച്ചു നോക്കട്ടെ. ആ അത് വിളിച്ചു വെക്കണം. ഭയങ്കര സ്നേഹമാണ്. പോവാനോ 10 pounds. ഉമ്മ താങ്ക് യു സോ മച്ച് ബ്രോ. താങ്ക് യു സോ മച്ച്. ഉമ്മ താങ്ക് യു സോ മച്ച് ബ്രോ. ഇവനെന്താ തീവണ്ടിയാണോ ഓട്ടിക്കുന്നേ? ഹലോ അയ്യോ അണ്ണല്ല. താങ്ക് യു സോ മച്ച് ഫോർ കാർലോ. ഞാൻ ചുറ്റുപണി പിന്നല്ല അതൊക്കെ അത്രേ ഉള്ളു. അതിന് മുന്നേ മിസ്റ്റർ എക്സിന് എന്തോ സംസാരിക്കണമെന്നൊക്കെ പറഞ്ഞായിരുന്നു. മീറ്റിംഗ് എന്തോ ഉണ്ടല്ലോ, അത് ഇട്ടിട്ടുണ്ട്. മിസ്റ്റർ എക്സ് വിളിക്കാൻ നോക്കട്ടെ. എന്റെ വണ്ടി വിടില്ലേ? എടാ നിന്റെ വണ്ടി സാർ. നിന്റെ വണ്ടി ബോബേ വന്നില്ലടാ അണ്ണാ ഇന്ന്. ബോബോ ഒന്ന് അല്ല വിസിറ്റിങ്ങിനെ. ചുമ്മാ പോയതാ. പിന്നല്ലേ എന്തിനാ? എന്റെ ഗ്യാങ് ഫണ്ടാണ് ഇപ്പൊ ഇങ്ങനെ ഞാൻ കയറി ഇരിക്കുന്നത് ആലോചിക്കുമ്പോ എനിക്കൊരു വിഷമം. നീ എടുത്തോളാ. ബ്രോ കേക്കുന്നില്ല? എന്തായാലും പറയുന്നുണ്ടോ? പർച്ചേസിന് എടാ മോനെടാ ബംഗാളി 9 മണിക്ക് ചേട്ടന്റെ കാർ ലോഞ്ച് അങ്ങ് വന്നേക്കണേ. ഇല്ല നമ്മള് എല്ലാരും വിളിക്കാൻ പോടാ. സമയം ഇവനല്ലേടാ നിന്റെ കാമുകിയുടെ കാമുകൻ. അങ്ങനെ കൂടെ പറയണ ചങ്ക് വരും കേട്ടാ. അല്ല സത്യം ഞാൻ ഒരു കാര്യം പറയട്ടെ. അവളങ്ങനെ പറഞ്ഞപ്പോ എനിക്ക് നിന്നോടൊരു വിലയില്ലാത്ത പോലെ തോന്നിടാ. മനസ്സിലായില്ലേ? ഇത്രേ കാണുന്നില്ലേ? അപ്പൊ അതിനൊരു വില തരണ്ടേടാ. പോട്ട് അഭിനയമാണെങ്കിലും അത് കാണാൻ കൊള്ളണ്ടേടാ. ഹലോ ബ്രോ. ഹലോ ഗ്യാങ് ആണോ? ആ ഏത് ഗ്യാങ്ങാ ബ്രോ? ആ ബ്രോ 9 മണിക്ക് എന്റെ കാറിന്റെ ലോഞ്ച് ഉണ്ടേ. നിങ്ങൾ എല്ലാരും വിളിച്ചോണ്ട് പറഞ്ഞേ. BC സെഡ് ഫാമിലി മൊത്തം പറഞ്ഞേ. നമ്മളെല്ലാം നിങ്ങളുടെ പരിപാടിക്ക് വരാറില്ലേ? നമ്മുടെ ഫസ്റ്റ് പരിപാടിയാ പറഞ്ഞേ. ഓക്കെ ലൊക്കേഷൻ ഇടുവോ ദൈവം? എന്തൊരു കാറ്. കേറ്. ഹലോ ഇതാരാ? ആ ബ്രോ 9 മണിക്ക് എന്റെ വണ്ടിയുടെ ലോഞ്ചാണ്. എത്തിയേക്കണേ.
ഓക്കെ കേറ് കേറ്. ആ പോട്ട് പോട്ട്. ഒരു സൈഡിൽ നിന്നേ തുടങ്ങാണ്. ഒരു ഗ്യാങ് വിളിച്ചങ്ങ് പോ. ഇപ്പൊ BCZ വിളിച്ച് നമ്മള് BCZ വിളിച്ച് പിന്നെ ഡ്രിഗർഗോഡുള്ള ഗ്യാങ്ങിന് വരുന്ന PRXന്റെ വേറെ പേരെന്താ BNB വിളിച്ച്. ആ ഇനി ചന്ദ്രു ബ്ലാക്ക് മാഫിയ പിള്ളേരുടെ റേഡിയോ എത്ര? ചന്ദ്രു ബ്ലാക്ക് മാഫിയയിലെ പിള്ളേര് ഇല്ലടാ, അറിയത്തില്ലടാ അവര് ഏത് ഇടയിലിരിക്കുന്നെന്ന്. ആണോ? ഓക്കെ എന്നാ അമ്മാരുടെ നമ്പർ ഉണ്ടെന്ന് വിളിച്ചു പറയോ? എന്തിനാടാ കണ്ണാപ്പി? ഞാൻ KV ഒന്ന് വിളിക്കട്ടെ, വെയിറ്റ്. ഹലോ ബ്രോ, ഹലോ. 9 മണിക്ക് ബ്രോ, 9 മണിക്ക്. 9 മണിക്ക് ബ്രോ എന്റെ വണ്ടിയുടെ ലോഞ്ച് ഉണ്ട്, അങ്ങ് എത്തിയേക്കണേ. എന്റെ മൊബൈൽ ഉണ്ട്, 2 പേരുണ്ടേ. അലീന TV കാൾമീന്ന് ഇവിടെ. എടാ അലീനയുടെ നമ്പർ എത്ര? അലീനയുടെ നമ്പർ ഉണ്ട്. ചന്ദ്രു ഹലോ അലീന 9 മണിക്ക് വണ്ടി ലോഞ്ച് ആണ്. കുടുംബസമേതം എത്ര ബെല്ലാരി മെമ്പേഴ്സിന്റെ റേഡിയോയിലൊക്കെ പറഞ്ഞേനെ. പറയാം ഓക്കെ. ആ ഓക്കെ. ഇതിപ്പോ എല്ലാ ഗ്യാങ്ങുകാരും ഒറ്റ ഇപ്പൊ നമ്മളിനി അടുത്ത ഏത് ഗ്യാങ്ങിനാ പോകുന്നത്? KV വിളിച്ചല്ലേ? CM വിളി. CM ഡ്രോപ്പ് നമ്പർ. CM ഡ്രോപ്പ് നമ്പർ. ഓക്കെ CM ഡ്രോപ്പ് നമ്പർ ഇട്. ആ ഇത് കഴിഞ്ഞിട്ട് നമുക്ക് നേരെ അങ്ങോട്ട് പോവാം. ഇവിടെ അത്യാവശ്യത്തിൽ കൂടുതൽ ആൾക്കാരുണ്ട്. അത് ഇവന്മാരെ വിളിക്കും. കൊന്നിട്ടോ? ഹലോ ബ്രോ, ഹലോ. ആ ബ്രോ, ഇത് 9 മണിക്ക് എന്റെ വണ്ടി ലോഞ്ചാണ്. എല്ലാരും കൂട്ടി വന്നേക്കാം. നിന്റെ ഗ്യാങ്ങിലുള്ള ഒരാൾ ചുമ്മാ കിടന്ന് വള്ളി എടുക്കും, ഒന്ന് വിളിച്ചോണ്ട് പോവോ? ആരാണ്? നിങ്ങളുടെ കോ ലീഡർ. ഞാൻ പറയാം. ഓക്കെ ഹലോ ബ്രോ, ഹലോ. ഇത് നിങ്ങളെയൊക്കെ വിളിച്ചതാണല്ലേ? വിച്ചക്കാരനൊക്കെ ഒന്ന് വിളിക്കുന്നുണ്ട്. ഹലോ ബ്രോ. ബംഗാളി എപ്പോഴും കൂടെ ഉണ്ടല്ലേ? ഹലോ ബ്രോ, ഹലോ. കേക്കാവോ? എത്ര മണിക്ക് ലോഞ്ച്? ഇതാരാ? ഞാൻ പാറ്റി സാബു ഇന്നലെ കണ്ട. പാറ്റ സാബ് 9 മണിക്ക് ലോഞ്ച്. അങ്ങ് എത്തിയണേ. പറ്റുന്ന പിള്ളേരെല്ലാം വിളിച്ചോണ്ടെങ്കിൽ എത്തിയേക്കണേ. ഓ ഉറപ്പായിട്ടും. AJ ഫുള്ളൊക്കെ വന്നേക്കണേ. 10 മണിക്കാണേ. നമ്മുടെ വണ്ടിയില്ലേ ഇപ്പൊ ഒരു കള്ളം ഓടിച്ചോണ്ട് പോയ സാർക്കെ? ബൈക്ക് അവനെ അറിയാം. കേറ്. ബ്രോ ഒന്നിറങ്ങണേ ബ്രോ, നമ്മളൊരു സിറ്റുവേഷന് പോണേ. ബ്രോ ഇറങ്ങ. ഓക്കെ. ഇതിനകത്ത് കേറാക്കത്തില്ല. ഞാൻ ട്രാക്ക് ചെയ്യാവേ. അതൊന്നും അറിയണമല്ലേ? ഹലോ ബ്രോ, ഒന്ന് വണ്ടി എടുത്തേ. നമ്മുടെ വണ്ടിയാ. നമ്മുടെ വണ്ടി ഇറങ്ങ. കാർ ലോഞ്ച് ഉണ്ട്. അവനെ പിടിച്ചേ. കേറാ സാറേ, കേറ്. അടിച്ചിട്ടോ. Jimmy gave me bra. Thanks how are they? Again 0.79 pounds. ഇറങ്ങി. ഒറ്റ വെടി കൊണ്ടിട്ടില്ല കേട്ടോ. ഒറ്റ വെടി മയില് വാറുന്നിറങ്ങാത്ത ഭാഗ്യം കേട്ടാ. 0.79. അവൻ നിർത്തിയ വണ്ടി നിർത്തിയവൻ. അവന്റെ ഇവനാരാ കൊന്നേ? അവനെന്തേ? അല്ല ഇവനെ കൊന്നേന്തിനാ? നിർത്താതെ പോയെന്തിരു? ഇവനെ കൊന്നേന്തിനാ? അവനെ പിടിക്കാനേ കൊല്ലാൻ പറഞ്ഞില്ലേ? കൊല്ലാൻ പറഞ്ഞില്ലല്ലോ.
ചന്ദ്രൻ ഓരോരോ തോന്നിയ ദിവസം കാണിച്ചു കൂട്ടിട്ട് പറഞ്ഞ വണ്ടി നിർത്തണം കേട്ടല്ലേ? ബ്രോ 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 വണ്ടി നിർത്താൻ പറഞ്ഞാൽ നിർത്തണം ബ്രോ, അല്ലാതെ തോന്നിയ ദിവസം കാണിച്ചു കഴിഞ്ഞാൽ ഇതേപോലെ നിനക്ക് മണ്ണിൽ വായി പൂട്ടി കിടക്കാം. താങ്ക് യു സോ മച്ച് ഫോർ 20 pounds. പിന്നെ അല്ല ഗാൾ ഫിനിഷ് എന്ന് പറഞ്ഞു നിർത്താൻ പറഞ്ഞിട്ട് നിർത്താം ഇവനെ അല്ലെങ്കിൽ പ്രശ്നമുള്ള അവൻ നിർത്താൻ പറഞ്ഞ് നിർത്തിയില്ല. താങ്ക് യു സോ മച്ച് ബ്രോ. അത് പിന്നെ അത് അവന്റെ വണ്ടി എടുത്തോ. മഞ്ഞ കത്തി, ഓറഞ്ച് കത്തി, എല്ലാ കളറും കത്തിയുണ്ട്. പിന്നെ അല്ല അത്രേ ഉള്ളു. താങ്ക് യു സോ മച്ച് ബ്രോ, താങ്ക് യു സോ മച്ച്, താങ്ക് യു സോ മച്ച്. ഞാൻ അടിക്കത്തില്ല. അല്ല ബ്രോ, പിന്നെ ചത്തി കിടക്കുന്ന ബ്രോ, പിന്നെ 9 മണിക്ക് എന്റെ കാറിന്റെ ലോഞ്ചാണ്, ഞങ്ങൾ വന്നേക്കണേ. പ്രശ്നം അവൻ SRKയുടെ വണ്ടി മോട്ടിച്ചോണ്ട് പോയി. എന്നിട്ട് ഗൺ പോയിന്റ് ചെയ്തപ്പോഴത്തെ ഫിയർ ഇല്ലാതെ അവൻ ഓടി. അത്രേ ഉള്ളു. അതെന്തോ നമ്മുടെ ഭാഗത്ത് ന്യായം. വാണി ഫയർ കൊടുത്തിട്ട് അടിച്ചവനെ. അല്ലടാ അവനോട് കാര്യം മനസ്സിലാക്കണം കാര്യം. അല്ല കാര്യം ബ്രോ മനസ്സിലാക്കണം. ചന്ദ്രനെ പറഞ്ഞ് മനസ്സിലാക്കിയ ചന്ദ്രന് 2 ദിവസം ഞാനേ വണ്ടി ലിഫ്റ്റ് അടിച്ച് കയറിയതാട്ടോ. ഞാൻ ഇതിലില്ലേ, ഞാൻ ചുമ്മാ അല്ലല്ല വെടിവെക്കേണ്ട ആവശ്യമില്ലായിരുന്നല്ലോ. അടുത്തതും കൂടെ കിട്ടിയത്. ഹലോ എടാ മോനെ കുട്ട, 9 മണിക്ക് വന്നേക്കണേ. വണ്ടി ലോഞ്ചാണ്, വണ്ടി ലോഞ്ച് പറഞ്ഞേ. അവന്റെ അടിയന്തരമാണ്. ഹലോ ഹലോ KP ആണോ? KP ലീഡറാ പറഞ്ഞോ ബ്രോ. ആ ബ്രോ, ഗ്യാങ്ങിലെ ഫുൾ മെമ്പേഴ്സിനെ കൂട്ടി ഞങ്ങൾ വന്നേക്കണം. 9 മണിക്ക് എന്റെ ബോബോയുടെ വണ്ടി ലോഞ്ചാ. എല്ലാരും കൂട്ടണം കേട്ടോ. ഒരാളുടെ കുറവ് പോലും കാണല്ലേ, എല്ലാരും കൂട്ടണേ. ഇല്ല. ആ പിന്നെ ലൊക്കേഷൻ അപ്ഡേറ്റ് ചെയ്യേ. ഓക്കെ. ഹലോ സാറേ, ഹലോ സാറേ PD എടുത്ത് പറയണ സാറേ, മുതുക്കിന്റെ പമ്പിന്റെ ഫ്രണ്ടിൽ ബസ് വെച്ചിട്ടുണ്ട്. അപ്പൊ അവിടെ എന്റെ എന്റെ വണ്ടിയുടെ ലോഞ്ച് 9:09 ആകുമ്പോഴാ. അപ്പൊ എല്ലാരോടും അങ്ങോട്ട് വരാൻ പറയണ സാറേ, ഒന്ന് പറഞ്ഞേക്കണം റേഡിയോയില്. ഹലോ ബ്ലൂ ഹലോ ഷുട്ടു, നേരെ അങ്ങോട്ട് പോ. അവിടെ മുതുക്കില് ഫ്രണ്ടില് 3 ബസ് ഉണ്ട്. അവിടെ എന്റെ വണ്ടിയുടെ ലോഞ്ച് നടക്കാൻ പോകും. അങ്ങോട്ട് ഇട്ടോ നേരെ വിട്ടോ. ഓക്കെ, പമ്പിന്റെ ഫ്രണ്ടിലോട്ട് ഇട്ടോ ബ്രോ, പമ്പിന്റെ ഫ്രണ്ടിലോട്ട് ഇട്ടോ ബ്രോ. ഹലോ പമ്പിന്റെ ഫ്രണ്ടിലോട്ട് ഇട്ടോ ബ്രോ, മുതുക്കിന്റെ പമ്പിന്റെ ഫ്രണ്ടിലോട്ട് ഇട്ടോ. കിച്ചു നേരെ വാ, ബസ്സൊക്കെ വന്ന് വാ, അങ്ങോട്ട് വാ. ഹലോ ബ്രോ, ഹലോ പേരെന്താ ബ്രോ? ഹലോ ഹലോ ബ്രോ, നേരെ മുതുക്കിന്റെ ഫ്രണ്ടില് 3 വണ്ടി വെച്ചിട്ടുണ്ട്. 3 വണ്ടി മുതുക്കിന്റെ 3 ബസ്. എടാ ബോബോയ്, ഒരു ബസ്സല്ലടാ പോന്നത്. എടാ നീ ഓരോരോ ബസ് കയറ്റി ആളെ നടക്കാണോടാ. ഓക്കെ വണ്ടി ഏതാന്ന് പറ. അവിടെ 2 ബസ് ഇറക്കാൻ എല്ലായിടത്തും ഓരോ വണ്ടി വെച്ചിറക്കടാ. ഇതൊക്കെ നേരത്തെ ഒരു കാര്യം ചെയ്യാം, ഞാൻ അവിടെ ട്രക്ക് ജോബിൽ പോയിട്ട് അവിടെ നാളെ പോയിട്ട് വരാടാ. എടാ നീ ട്രക്ക് ജോബി നാളെ കെട്ടിക്കൊണ്ടിരിക്കും സാറൊക്കെ. നമ്മള് മുതുക്കിലുള്ള പിള്ളേരെ കയറ്റാം. ക്രൗഡായടാ ബോബോയ്, ക്രൗഡായടാ ആള് കൂടി ക്രൗഡായടാ. ബ്രോ ഓരോ ബസ്സിലോട്ട് കയറിക്കോ, ഹലോ എടീ, മുതുക്കിന്റെ പമ്പിന്റെ ഫ്രണ്ട് വാ. പിന്നെ ആ ഡ്രസ് ഷോപ്പിലുള്ള എല്ലാരും വിളിച്ചോണ്ടി പറഞ്ഞേ വരുമ്പം. ഒരു വണ്ടി ട്രക്ക് ജോബിലോട്ട് പോട്ടെ. അതാരാ ഓടിക്കുന്നതിനെ ഇറക്കിയേ ബ്രോ? ഒന്ന് ഇറങ്ങണേ. ഇവനോട് ട്രക്ക് ജോബിലോട്ട് വെക്കോളാൻ പറ. വണ്ടി അവൻ ലൊക്കേഷൻ ഒന്നും അറിഞ്ഞൂടാ. അവനെ മിലിറ്ററി ബേസ് ഇതാരാ മൂവിയല്ലേ? ഇതാരാ? ഈ വണ്ടി ഉണ്ടേ
ട്രക്ക് ജോബിൽ ചെന്ന് എടാ സൂര്യ ഉണ്ടോ? സൂര്യ ഉണ്ട്. സൂര്യ ഇങ്ങനെ സൂര്യ അഞ്ഞോ എടാ മോനെ എടാ അവനെ വിടണ്ട. സൂര്യ വിട്. സൂര്യക്ക് ഹോൾഡ് ഉണ്ട്. എടാ സൂര്യ ഉണ്ട്. സൂര്യ പോടാ. ട്രക്ക് ജോബി സൂര്യ പോവും. അവൻ ഹോൾഡ് ഉണ്ട്. ട്രക്ക് ജോബി എടാ സൂര്യ വാ ട്രക്ക് ജോബി പോ. ജോബിലോട്ട് പോ. എടാ വണ്ടി നിറങ്ങ. സൂര്യ വാ. എടാ വണ്ടി എടുക്കല്ലേ. എടാ വണ്ടി നിറങ്ങടാ. വണ്ടി നിറങ്ങ്. എടാ വണ്ടി നിറങ്ങ്. ഹലോ വണ്ടി ഇറങ്ങടാ. വേറെ പരിപാടിക്കുള്ള വണ്ടി ആയിരിക്കും. ഇറങ്ങണ വണ്ടി ഇറങ്ങ. കോലമുട്ട എന്നൊക്കെ ഞാൻ മഞ്ജു വെച്ചാൽ കേറ്. ഹലോ ബ്രോ. ട്രക്ക് ജോബ് പോയിട്ട് എന്താ ചെയ്യണ്ട കണ്ണാ? ട്രക്ക് ജോബ് നീ പോണ്ട. ഹലോ ഹലോ ദർശമോളെ എടി എന്റെ വണ്ടിയുടെ ലോഞ്ച് ആയിട്ടോ. നേരെ മുതുക്ക് പമ്പിന്റെ ഫ്രണ്ട് വാ. ഈ വണ്ടി ട്രക്ക് ജോബിലൊക്കെ വിട്ട് നാളെ ആവും. ക്രൗഡ് കൂടി. ഈ വണ്ടി എടുക്കലേ. ഹൈന മാറ്റ്. കാലപ്പാനിയൊക്കെ വന്നു. വെയിറ്റ്. ഹലോ KP ഹലോ. എടാ ഹലോ. എടാ നേരെ വാ. വണ്ടി കയറി. ബസ്സിൽ കയറിക്കോ. ആ നാളെ പിള്ളേരെയൊക്കെ വിളിച്ച് വേറെ ബസ്സിൽ കയറ്റി. ഓക്കെ. വേറെ ബസ്സിലാ. എടാ ബോബോയ് 4 ബസ്സിലുള്ള ആളെന്ന്. എടാ നീ ട്രക്ക് ജോബ് വിട്ടോ. ഈ ബസ് എടുത്തോ. ഈ ബസ് ട്രക്ക് ജോബ് വിട്ടോ. ക്രൗഡേ എനിക്ക് നിയന്ത്രിക്കാൻ പറ്റില്ലേ ബാബായ്. ഫുൾ ക്രൗഡായി. അത് കുഴപ്പമില്ല. ഒരു നല്ല കാര്യം നടക്കുമ്പോ 1-2 പേര് ചവന്ന നല്ലതാ. കണ്ണാപ്പി നാണം കെടുത്താതെ നമ്മുടെ ഗ്യാങ്ങിനെ മൈരേ. ചന്ദ്രൻ ഞാൻ എന്ത് നാണം കെടുത്തി? ചന്ദ്രൻ ഒരു ട്രക്ക് നിറച്ച ആള് വന്നു. ഇത് 4-ാമത്തെ ബസ്. ബോബോയ് 4-ാമത്തെ ബസ്സടാ. ഇവിടെ 4-ാമത്തെ ബസ്. റിവേഴ്സ് പോട്ടെ. അടി പൂക്കുറ്റി. ആ ഓക്കെ. ഇതൊക്കെ ഇതാര്? ഇത് KP. ഓ നിങ്ങളാണോ? അടിപൂക്കുറ്റി. ഇത് ഫുള്ള് ക്രൗഡായല്ലോടാ ബോബോയ്. എടാ ബോബോയ് എനിക്ക് മാനേജ് ചെയ്യാൻ പറ്റുന്നില്ല. എനിക്ക് മാനേജ് ചെയ്യാൻ പറ്റുന്നില്ല. അമ്പത്തൂര് മന്ദാരം ഒന്ന് വരുവാടാ. അത് മാനേജ് ചെയ്യോടാ. എടാ നീ ഒന്ന് ആ വണ്ടി ഒന്ന് ആദ്യം ഇറങ്ങോ. വണ്ടി ഇറങ്ങടാ. ബസ്സിൽ കയറി ഇരുന്നു. ആദ്യത്തെ ബസ്സില് വയലൻസ് പാവല്ലേ. ആ എന്തിന് എടാ അവന് സംസാരിക്കത്തില്ല. ചെവിയും കേക്കത്തില്ല. ചന്ദ്രൂതി നിറഞ്ഞു ഇവിടെ. ഞാൻ കത്തുവേ. ഞാൻ മിക്കവാറും ഇപ്പൊ കത്തുവേ. FPS ഇല്ലേ കത്തുവേ. എടാ മോനെടാ വണ്ടി കയറി. അതാ നേരെ ബസ്സിലോട്ട് ഇറങ്ങി കുട്ടാ. ആ ഓക്കെ. നീ അവിടെ എത്തിയോ? ട്രക്ക് ജോബ് എത്തിയോ?